ഒരു ഹെയർ കെയർ ചാലഞ്ച് വിട്ടിട്ട് ഞാനിത് എവിടെ പോയി കിടക്കാമെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു മേജർ സർജറി ഉണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 8 ദിവസം ഹോസ്പിറ്റലായി പോയി. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഹൈലൈറ്റ്സിൽ പോയി നോക്കിയാൽ മതി. യൂട്രസ് റിമൂവ് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ. ബിഫോർ സർജറി, ഡ്യൂറിങ് ദ സർജറി ആൻഡ് ആഫ്റ്റർ സർജറി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. കംപ്ലീറ്റ് കാര്യം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ എൻ്റെ പൂച്ചേനെ കൊണ്ട് ആശുപത്രിയിൽ പോവുകയാണ്. ഇവിടെയാണ് ആശുപത്രി വരുന്നത്. ട്രിവാൻഡ്രത്ത് പരുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആശുപത്രി. SKS വെറ്റിനറി ഹോസ്പിറ്റലാണ്. സംഭവം ഞങ്ങളുടെ വീടിനടുത്തൊക്കെ തന്നെ ഒരു ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷേ അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ പൂച്ചയ്ക്ക് പെട്ടെന്ന് ഒരു കിഡ്നി ഇഷ്യൂ ഒക്കെ വന്നത്. അത് ഡയഗ്നോസ് ചെയ്തത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ഛർദിലായിരുന്നു. അങ്ങനെ ഗവൺമെൻറ്റിൽ കാണിച്ചിട്ടും കുറയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തൂക്കിപ്പറക്കി എടുത്തുകൊണ്ട് വന്നു. ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കിഡ്നി 80% അടിച്ചു പോയെന്ന് അറിഞ്ഞത്. കിഡ്നി പോയി ലിവർ ഡാമേജ് തുടങ്ങുന്ന സ്റ്റേജ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് പാർവോയും വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ തന്നെ അഡ്മിറ്റായി ഒരു 4 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനുള്ളിൽ തന്നെ ആൾ ഓക്കെ ആയി. കണ്ടിന്യൂസ് IV ഒക്കെ ഇട്ട് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ ശരിയാക്കി എടുത്തതാണ്. ഇന്നിപ്പോൾ കൊണ്ടുവന്നത് നമുക്ക് വാക്സിനേഷൻ എടുക്കാനുണ്ട്. പിന്നെ അവളെ കുളിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ കുളിപ്പിക്കുന്നതൊക്കെയാണ് ഏട്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ച്, ഫുഡൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ അവരുടെ ഡയറ്റ് അതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.